വണ്ണപ്പുറത്തെ മീശപ്പുലിമല എന്നറിയപ്പെടുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് ഒരു യാത്ര. യഥാർത്ഥ മീശപ്പുലിമലയെ തന്നെ വെല്ലുന്ന മഞ്ഞിൻ്റെ മനോഹാരിതയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര. മീശപ്പുലിമലയ്ക്കും സമാനമായ കോട്ടപ്പാറ മലനിരകൾ ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറം മുള്ളരിങ്ങാട് ആണ് സ്ഥിതി ചെയ്യുന്നത്. തിരമാലകൾ പോലെ പടർന്നു കിടക്കുന്ന കോടമഞ്ഞാണ് വ്യൂ പോയിൻ്റ് പ്രത്യേകത. കോട്ടപ്പാറയുടെ ദൃശ്യഭംഗി ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പുലർച്ചെത്തിയാൽ മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ് കോടമഞ്ഞിറങ്ങുന്ന ഈ അപൂർവ ദൃശ്യം. രാവിലെ 7 മണിക്ക് മുമ്പായി എത്തണം, എങ്കിലേ അതിരാവിലെയുള്ള ഈ കാഴ്ചകൾ കാണാൻ സാധിക്കൂ. കോട്ടപ്പാറ വ്യൂ പോയിൻ്റ് വിനോദസഞ്ചാരത്തിൻ്റെ പുതിയ സാധ്യതകളിൽ ഇടം പിടിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടണം. സന്ദർശകരുടെ മനം കുളിർപ്പിക്കുന്ന കോട്ടപ്പാറ വലിയ അപകട സാധ്യതയുള്ള മേഖലയാണ്. പുലർച്ചെ ഇവിടെ എത്തുന്നവരെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കടൽ പോലെ പരന്നു കിടക്കുന്ന മഞ്ഞുപാളികളാണ്. അതേസമയം അപകട സാധ്യതയേറെയുള്ള പാറക്കെട്ടിലൂടെ നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ നടക്കുന്നത് വലിയ ഭീഷണിയാണ്. ഉയരത്തിൽ പാറക്കെട്ടിൽ നിന്നും കാൽവഴുതി 1000-ലേറെ അടിയിൽ താഴേക്ക് കടക്കും. വണ്ണപ്പുറം ടൗൺ മനോഹരമായി കാണുവാൻ സാധിക്കും. ഇവിടെ നിന്നാൽ കാഴ്ചകൾ വർണ്ണിക്കാൻ പറ്റാത്തതിന് അപ്പുറമാണ്. തൊടുപുഴയിൽ നിന്ന് 3/4 മണിക്കൂർ കൊണ്ട് കോട്ടപ്പാറയിലെത്താം. ഏകദേശം 20 കിലോമീറ്റർ കാണും. കോടിക്കുളം വണ്ണപ്പുറം കവലയിൽ നിന്നും മുള്ളരിങ്ങാട് റോഡിൽ തിരിയുക. ഹെയർപിൻ വളവുകൾ താണ്ടി മലമ്പാത താണ്ടി ആടി ഉലഞ്ഞ് ആണ് യാത്ര. കോട്ടപ്പാറയ്ക്ക് തൊട്ട് മുമ്പ് റോഡിന് ഇരുവശത്തും ചായക്കടയുണ്ട്. ബസ്സിനാണ് വരുന്നതെങ്കിൽ വണ്ണപ്പുറം വരെ ബസ് കിട്ടും. അവിടെ നിന്ന് ഓട്ടോ വിളിക്കണം. വണ്ണപ്പുറം മുള്ളരിങ്ങാട് ടാറിട്ട ബസ് റൂട്ടാണ്. വണ്ടി ഏത് വേണമെങ്കിലും അവിടം വരെ കയറി ചെല്ലും. കോട്ടപ്പാറയിൽ മറ്റു സൗകര്യങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെയില്ല. വണ്ണപ്പുറം ഒരു സിറ്റി ആയതിനാൽ അത്യാവശ്യം വാഹന ഭക്ഷണ സൗകര്യങ്ങൾ ലഭ്യമാണ്. ഒരു വിഷമമേ ഉള്ളൂ, ഇവിടെ വന്നിട്ട് കോടമഞ്ഞ് ഇറങ്ങുന്ന അപൂർവ ദൃശ്യം കാണുവാൻ എനിക്ക് പറ്റിയില്ല. ഇനി ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ അതും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും.